ഇത്തവണത്തെ ബോണസ് കണ്ടന്റിൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിഷയം. പരസ്യ പ്രചാരണം കഴിഞ്ഞ് തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കെ അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ബോണസ് കണ്ടന്റ് പരിശോധിക്കുന്നത്. TVK എന്ന് പറയുന്ന പാർട്ടി തമിഴ്നാട്ടിൽ വലിയ ആരാധകവൃന്ദമുള്ള ഒരു താരം രാഷ്ട്രീയ പാർട്ടിയായി വരുന്നതാണ്. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് കടന്നു കയറുക എന്ന വിജയ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷത്ത് രണ്ട് മുന്നണികൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇത് സ്പ്ലിറ്റ് ആകുമ്പോൾ ശരിക്കും DMK അല്ലേ അത് ഗുണം ചെയ്യുക? സ്റ്റാലിൻ ഈ അജണ്ട ഇപ്പോഴല്ല, സ്റ്റാലിൻ ഒരു കൊല്ലം മുമ്പ് തന്നെ സ്റ്റാലിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന TVK ഈ വിജയ് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് നേതാക്കളുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത നേതാവാണ് എടപ്പാടി പളനിസ്വാമി. വിജയ്, ജോസഫ് വിജയ് എന്ന പേര് എന്തിനുള്ള ചോദ്യം തന്നെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലെ സ്ഥാനാർത്ഥി ചോദിക്കേണ്ട സാഹചര്യം വന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു, നമ്മൾ തമിഴ്നാട്ടിലേക്ക് അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തമിഴ്നാട് എന്ന് പറയുമ്പോൾ കുറേ കാലമായിട്ട് ADMK DMK രണ്ട് അവരുടെ മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. പക്ഷെ ഇത്തവണ കാഴ്ച കുറച്ച് വ്യത്യസ്തമാണ്. മൂന്നാമതൊരു കക്ഷി വളരെ ശക്തമായിട്ട് ഇപ്പോൾ വിജയുടെ TVK വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ BJPയുടെ അലയൻസായിട്ട് ADMK DMK പതുപോലെ UPA കക്ഷി എന്നുള്ള രീതിയിൽ UPA സഖ്യം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു പൊതു അവസ്ഥ നമുക്ക് ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ തമിഴ്നാട് പറഞ്ഞ പോലെ പൊതുവെ ഒരു കഴിഞ്ഞ 60 വർഷത്തെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നല്ലോ. ഒന്ന് DMK നയിക്കുന്നതും ADMK നയിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ അതിലേക്ക് TVK എന്ന് പറയുന്ന കക്ഷി വരുന്നു. കാരണം ഇതിനു മുമ്പും പല പാർട്ടികളും തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ പിന്നീട് ഈ രണ്ട് സഖ്യങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗമായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ TVK എന്ന് പറയുന്ന പാർട്ടി അതിന്റെ പ്രത്യേകത വിജയ് എന്ന് പറയുന്ന വലിയ താരപരിവേഷമുള്ള തമിഴ്നാട്ടിൽ വലിയ ആരാധകവൃന്ദമുള്ള ഒരു താരം രാഷ്ട്രീയ പാർട്ടിയായി വരുന്നതാണ്. നമ്മൾ പൊതുവെ പറയും തമിഴ് രാഷ്ട്രീയവും സിനിമയും ഒക്കെ ഇഴചേർന്ന് കിടക്കുന്നു പറയുമ്പോൾ പോലും പരാജയപ്പെട്ട കുറെ താരങ്ങൾ കൂടിയുണ്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ട്. ഇപ്പോ MGR വലിയ സക്സസ് ആണെന്ന് പറയുമ്പോൾ തന്നെ ശിവാജി ഗണേശൻ പരാജയപ്പെട്ട ഒരു താരമായിരുന്നു. കാർത്തിക്, ശരത് കുമാർ, അങ്ങനെ പല താരങ്ങൾ നമുക്ക് അങ്ങനെ ഉദാഹരണം എടുക്കാനുണ്ട്. കമലഹാസൻ പോലും ഒരർത്ഥത്തിൽ പരാജയമാണ്, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാവ് പാർട്ടി എന്ന നിലയ്ക്ക്. അതെ, വിജയകാന്താണ്. അപ്പൊ വിജയ് വരുമ്പോ എന്തായാലും വിജയ്ക്ക് അവിടെ ഒരു മത്സര പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വിജയ് നിറഞ്ഞു നിൽക്കുന്നു, വലിയ ആൾക്കൂട്ടം അദ്ദേഹത്തിന്റെ കാണാൻ എത്തുന്നുണ്ട്. അപ്പോ അത് വോട്ടായി മാറുകയാണെങ്കിൽ തീർച്ചയായും തമിഴ് രാഷ്ട്രീയത്തിൽ വലിയൊരു ഇമ്പാക്ട് വിജയ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നഗരപ്രദേശങ്ങൾ മാത്രമാണോ ഗ്രാമപ്രദേശങ്ങൾ മാത്രമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനുണ്ട്. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് കടന്നു കയറുക എന്ന വിജയ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ വിജയുടെ ഒരു പ്രചാരണ രീതി അല്ലെങ്കിൽ വിജയ് ഉന്നം വെക്കുന്ന ആരെ എന്നുള്ളത് പോലെ പ്രസക്തമാണ്. കാരണം DMK ആണ് പ്രധാനപ്പെട്ട ഫോക്കസ് ആയി അദ്ദേഹം പറയുന്നത്. ഒപ്പം BJP പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ BJP എതിർക്കുന്നു, ഒപ്പം സംസ്ഥാനത്ത് DMK എതിർക്കുന്നു. ADMK കുറിച്ച് കാര്യമായി അദ്ദേഹം പറയുന്നുണ്ട്. DMK രാഷ്ട്രീയ ശത്രുക്കൾ, BJP പ്രത്യയശാസ്ത്ര ശത്രുക്കൾ എന്നുള്ള രീതി. അപ്പോ ADMKയുടെ വോട്ട് കൃത്യം ജയലളിതയ്ക്ക് മരണശേഷം നോക്കുകയാണെങ്കിൽ ADMK അവരുടെ രാഷ്ട്രീയം ADMK താഴോട്ടാണ്. ഇപ്പോ നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ലെ തോറ്റിട്ടുള്ളൂ എന്ന് ചോദിക്കാമെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തേനി മാത്രമാണ് അവർ ലോക്സഭാ മണ്ഡലം ജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതിനുശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39 സീറ്റിലും തോറ്റു. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു പരീക്ഷണ സമയമാണ്. അപ്പോൾ ആ വോട്ട് ബാങ്കിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം വിജയ് നടത്തുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ADMKക്ക് പരമ്പരാഗതമായ പല ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഇപ്പൊ കോയമ്പത്തൂർ ബെൽറ്റ് എടുക്കുകയാണെങ്കിൽ ADMK ശക്തി കേന്ദ്രമാണ്. മധുരയിലെ ചില ഭാഗങ്ങളിൽ വലിയ ശക്തിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ADMK വോട്ട് TVK വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടറിയേണ്ട വിഷയമാണ്. എങ്കിൽ പോലും വലിയ തോതിലൊരു കാട് ഇളക്കിയുള്ള ഒരു പ്രചാരണം നടത്താൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് യുവാക്കളിലേക്ക് സ്വാധീനിക്കാൻ വിജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആത്യന്തികമായിട്ട് ഈ നമ്മൾ പറയുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നാണ്. ചിലപ്പോൾ കേരളത്തിൽ നമ്മൾ നീക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ രണ്ട് മുന്നണികളും സ്റ്റാലിൻ്റെ കൂടെ സഖ്യകക്ഷികളാണ്. ഇടതുമായാലും പിന്നെ ഇപ്പോൾ വലതുകക്ഷിയിൽ കോൺഗ്രസ് ആയാലും കോൺഗ്രസിൽ ലീഗ് ആയാലും ഇപ്പോൾ SDPI പോലും സഖ്യകക്ഷിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഭരണവിരുദ്ധ വികാരം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തമിഴ്നാട്ടിൽ അതല്ല അവസ്ഥ. അവിടെ ഭരണവിരുദ്ധ വികാരവും ഉണ്ട്, ഈ സ്റ്റാലിനോടുള്ള അല്ലെങ്കിൽ DMKയോടുള്ള ഒരു ചായ്വും ഉണ്ട്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് മുമ്പ് അതാണ് വോട്ടായി മാറുന്നത് ADMKക്കും അല്ലെങ്കിൽ ആരാണോ പ്രതിപക്ഷം അവർക്ക് വോട്ടായി. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷത്ത് രണ്ട് മുന്നണികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് സ്പ്ലിറ്റ് ആകുമ്പോൾ ശരിക്കും DMK അല്ലേ അത് ഗുണം ചെയ്യുക? അതെ, ഒരർത്ഥത്തിൽ DMK തന്നെയാണ് ഗുണം ചെയ്യുക. മാത്രമല്ല ഇപ്പോൾ പ്രചാരണമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്ലീൻ സ്വീപ്പ് എന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ തോന്നിയിരുന്നു. വലിയ വിജയം DMK എന്ന രീതിയിലൊക്കെ. പക്ഷെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കഴിഞ്ഞപ്പോൾ ഒരു മത്സര പ്രതീതി തമിഴ്നാട്ടിൽ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ADMK പോലും
എല്ലാ വലിയ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. TVK അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി എന്തായാലും തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ ഭരണവിരുദ്ധ വികാരത്തെയൊക്കെ പല ഫാക്ടറുകൾ കൊണ്ട് മറികടക്കാൻ ഈ അവസാന നിമിഷം സ്റ്റാലിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിനുള്ള പല സാഹചര്യവും അദ്ദേഹത്തിന് വന്നു ചേർന്നു എന്നുള്ളതാണ് കാരണം CBSE സിലബസ് ത്രിഭാഷ പദ്ധതി നടപ്പാക്കാൻ തീരുമാനം ഈ കാലത്താണ് വന്നത്. അന്ന് ആദ്യം തന്നെ അദ്ദേഹം എതിർത്തു. അദ്ദേഹം ആദ്യം തന്നെ അജണ്ട സെറ്റ് ചെയ്തിരുന്നു. ഡൽഹിയും തമിഴ്നാടും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു. എന്റെ ഏറ്റവും ഒടുവിൽ മണ്ഡല പുനർനിർണയം വന്നു. അപ്പൊ ഇന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവസാന നിമിഷത്തിൽ പോലും പറഞ്ഞു വെക്കുന്നത് താനാണ് ഈ ഡിലിമിറ്റേഷൻ വിഷയത്തിൽ ആദ്യം ഈ കോപ്പി അടക്കം കത്തിച്ച് പ്രതികരിച്ചെന്ന് അദ്ദേഹം പറയുമ്പോൾ ലക്ഷ്യം വ്യക്തമാണ്, തമിഴ് വികാരം ആളിക്കത്തിക്കുക. അക്കാര്യത്തിൽ സ്റ്റാലിൻ സക്സസ് ആയിരുന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതാണ് അതിന്റെ ചർച്ചയായത്, ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിന്റെ കൂടുതൽ. അതെ, സ്റ്റാലിൻ ഈ അജണ്ട ഇപ്പോഴല്ല, സ്റ്റാലിൻ ഒരു കൊല്ലം മുമ്പ് തന്നെ സ്റ്റാലിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ചെന്നൈയിലാണ് ഈ ഡിലിമിറ്റേഷനെതിരെ ആദ്യം സമരം അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം അദ്ദേഹം നടത്തുന്നത്. പിണറായി വിജയൻ പങ്കെടുത്തു, രേവന്ത് റെഡ്ഡി പങ്കെടുത്തു, DK ശിവകുമാർ പങ്കെടുത്തു, പഞ്ചാബ് മുഖ്യമന്ത്രി പങ്കെടുത്തു. അപ്പൊ അങ്ങനെ ഒരു തരത്തിൽ കേന്ദ്രത്തിനെതിരെയാണ് ഫോക്കസ് തിരിച്ചു വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് കഴിഞ്ഞു ഏതാണ്ട് ഒരു വർഷത്തോളം ആ ഒരു ഫോക്കസ് സ്റ്റാലിൻ വിട്ടുവീഴ്ച ചെയ്തില്ല, അത് മാറ്റേണ്ടി വരികയും ചെയ്തില്ല. ആ അർത്ഥത്തിൽ ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നതിൽ DMK വിജയിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇത് വോട്ടാവുമെന്നാണ്, പ്രത്യേകിച്ച് ആ സഖ്യം എടുക്കുകയാണെങ്കിൽ ആ ചെറിയ ചെറിയ വോട്ടുകൾ പോലും DMK ഗുണം ചെയ്യും. ഏതാണ്ട് 10-15 പാർട്ടികളുള്ള പ്രോഗ്രസീവ് അലയൻസിനെയാണ് സ്റ്റാലിൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പരമാവധി സീറ്റ് കൊടുക്കാൻ, ചിലർക്ക് കമലഹാസനൊന്നും സീറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ പോലും പരമാവധി പാർട്ടികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സഖ്യം എന്ന നിലയ്ക്ക് സ്റ്റാലിൻ അവരുടെ നേതാവ് എന്ന നിലയ്ക്ക് സക്സസ് ആണെന്ന കാര്യത്തിലും സംശയമില്ല. അതല്ലേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ പിന്നെ വിജയിന്റെ കാര്യത്തിലേക്ക് വന്നാലേ, വിജയ് നടത്തുന്ന റോഡ് ഷോകൾ പണ്ട് നമ്മൾ ജയലളിതയൊക്കെ നടത്തുന്ന സ്റ്റൈലില്, ജയലളിത അത്ര പുറത്തിറങ്ങി നടക്കില്ല, ഇയാള് സൈക്കിളിൽ പോയും മറ്റും ചെയ്യും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ അതേസമയം DMK ചെയ്യുന്നത് വിചാരിച്ചാൽ ഇപ്പോൾ സ്റ്റാലിൻ്റെ ഒരു പ്രചരണം വീഡിയോകൾ നമ്മൾ ഇറങ്ങുന്നത് ശ്രദ്ധിച്ചു കണ്ടാൽ അയാൾ തെരുവിലാണ്, ഈ സൈക്കിൾ റിക്ഷക്കാരുടെ ഒപ്പം ഓട്ടോക്കാരുടെ ഒപ്പം അങ്ങനെയുള്ള വീഡിയോകളും അതെ, പിന്നെ ടീഷർട്ട് പാൻറ് ഇട്ട് കിടക്കും. പക്ഷെ അതേസമയം വിജയ് നടത്തുന്ന രീതിയിലുള്ള പ്രചരണം മൊത്തത്തിൽ നടത്തുന്നത് ഉദയനിധിയാണ്. എല്ലാ മണ്ഡലത്തിൽ പോകുന്നു, പിന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ തൻ്റെ കാരവാനിൽ വിളിച്ചു വിടുന്നു, അവിടുന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇതേക്കുന്നത്. പക്ഷെ അപ്പുറം TVKക്ക് ഇപ്പോൾ TVK ആണ് കക്ഷി എന്നുള്ളത് കൊണ്ട് പറയാം, TVKക്ക് ഈ വിജയ് മാത്രമേ ഉള്ളൂ. അവരുടെ സംഘടനാ ശരീരം എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഇവരില്ല, ഈ വിജയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷെ DMK എതിർഭാഗത്ത് വളരെ ശക്തമാണ്. അവർ ഈ വിജയെ മെൻഷൻ ചെയ്യുന്ന പോലുമില്ല. സൺ ടിവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് സ്റ്റാലിൻ്റെ, അതിൽ സ്റ്റാലിനോട് വ്യക്തമായി ചോദിക്കുന്നത്, നിങ്ങൾ EPSനെ അതായത് ADMKയുടെ നേതാവിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് വിജയ് ഇത്രയും നിങ്ങളെ പറഞ്ഞിട്ടും ഒന്നും അഭിസംബോധന ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സ്റ്റാലിൻ വ്യക്തമായ മറുപടിയാണ്, EPS പ്രതിപക്ഷ നേതാവാണ്, പ്രതിപക്ഷ നേതാവിന് ഒരു മുഖ്യമന്ത്രി നിലയിൽ മറുപടി കൊടുക്കാം, വിജയ് ആരാണ്? അത് അവര് ഇഗ്നോർ ചെയ്യാണ് വിജയിയെ. അപ്പൊ പരമാവധി ഞങ്ങൾക്കെതിരെയുള്ള വോട്ടൊക്കെ അവിടെ പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവർ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോവുകയാണ്. ADMKയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം അവർ അവസാനം പിടി ഈ BJP വലിയൊരു മേജർ ഷെയർ സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും അവരെ ആ ഒരു 28 അതിലൊതുക്കി നിർത്തി ഇവർ EPS തന്നെയാണ് നയിക്കുന്നത്. പക്ഷെ ഇവർക്കും ഈ സംഘടനാ പ്രശ്നങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സെങ്കോട്ടയ്യനെ പോലെ വലിയൊരു ഹ്യൂജ് മണി റൈസർ ആയിട്ടുള്ള പാർട്ടിയിലെ ഒരാൾ TVKയുടെ കൂടെ പോയി, OPS പോയി, അങ്ങനെയൊക്കെ. അപ്പൊ ഈ EPSന് എന്ന സാധ്യതയുണ്ടോ ഇയാൾ? യഥാർത്ഥത്തിൽ ഇതിന്റെ EPSന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട ഫേസ്. ഒന്ന് MGR, വലിയ മാസ് ഭയങ്കര ആരാധക വൃന്ദമുള്ള ഒരാൾ. ജയലളിതയ്ക്കും അതേ പരിവേഷമായിരുന്നു, പ്രത്യേകിച്ച് വലിയ വികാരമായിരുന്നു ജയലളിത. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 2 നേതാക്കളുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത നേതാവാണ് എടപ്പാടി പളനിസ്വാമി. ഈവൻ ഒരു പാൻ തമിഴ്നാട് ഇമേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അതുപോലെ അദ്ദേഹത്തിന് ഇല്ല. കാരണം അദ്ദേഹം വരുന്നത് സേലത്ത് നിന്നാണ്. അപ്പൊ പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറം ഒരു തമിഴ്നാട് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു തർക്ക വിഷയമാണ്, അദ്ദേഹത്തിന് തമിഴ്നാട് മൊത്തം സ്വാധീനമുണ്ടോ എന്ന കാര്യത്തിൽ. പക്ഷെ സംഘടനയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ജനറൽ സെക്രട്ടറിമാരുടെ യോഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേർന്നിരുന്നു. A to Z പാർട്ടി കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെട്ടിരുന്നു. പക്ഷെ അപ്പോഴും ADMK ഒരു യൂണിറ്റായി നിർത്തുന്നതിൽ അദ്ദേഹം പരാജയമായിരുന്നു. ഇപ്പോൾ OPSന് അധികാര തർക്കത്തിനാണ് OPS പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നത്. ജയലളിത ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു. അദ്ദേഹം തിരിച്ചു വരാൻ പോലും പലപ്പോഴും ശ്രമം നടത്തി, പക്ഷെ അതിന് ചെവിക്കൊണ്ടില്ല. അതിനുശേഷമാണ് സെങ്കോട്ടയൻ ഇതുപോലെ പടിഞ്ഞാറൻ തമിഴ്നാട് എന്നുള്ള പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം പാർട്ടി വിട്ടുപോവുകയാണ്. അപ്പോൾ പല മുതിർന്ന നേതാക്കളെയും ഒപ്പം നിർത്തുന്നതിൽ ഒരു
പരാജയം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചും തീർച്ചയായും ഒരു നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം 5 വർഷം പ്രതിപക്ഷത്തിരുന്നു എന്നത് മറ്റു പലയിടത്തും പല പാർട്ടികളും ഇരുന്നിട്ടുണ്ട്. എങ്കിൽ പോലും ADMK പോലുള്ള പാർട്ടിക്കകത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോർ വോട്ട് മറ്റു പലയിടത്തേക്കും ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ BJP തന്നെ എടുക്കുകയാണെങ്കിൽ BJPക്ക് TVK മുന്നണി കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എടപ്പാടി പളനിസ്വാമിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. TVK ഒരു ഫോഴ്സായി വരികയാണെങ്കിൽ ഒരുപക്ഷെ BJP പോലും ഈ സ്ട്രാറ്റജി തമിഴ്നാട്ടിൽ മാറ്റിയേക്കാം. അതല്ല, എനിക്ക് തോന്നുന്നു ADMK അടക്കം പ്രതീക്ഷിക്കുന്നത് TVK ഒരു ഹാങ്ങിങ് കക്ഷിയാവും, ഒരു തൂക്കുമന്ത്രിസഭയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കുന്ന രീതിയിൽ സീറ്റ് പിടിച്ചാൽ അവരെ ഞങ്ങളെ ഒപ്പം ചേർക്കാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പൊതുവേദിയിൽ പോലും ADMK ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു ഇതും വിജയം നടത്തുന്നില്ല. ഒപ്പം തന്നെ പോകുന്നിടത്തൊക്കെ MGRന്റെ പിന്നെ ശിലക്ക് മാലയിടുക, ജയലളിതേൻ്റെ ഫോട്ടോ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് ഭരണം പിന്നീട് കിട്ടാമെന്ന്. പക്ഷേ EPSന്റെ ഒരു കാര്യം എനിക്ക് തോന്നിയത് അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും ഇവരൊരു സഖ്യം ഉണ്ടാക്കി. ഇപ്പോൾ PMK, പട്ടാളി മക്കൾ കക്ഷി, പിന്നെ BJP ഇവരെയൊക്കെ വെച്ചിട്ട് ഒരു സഖ്യം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവസാനമെങ്കിലും ഒരു ഫോഴ്സ് എതിരെ ഉണ്ട് എന്നുള്ളത് തോന്നിക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ BJP ആയാലും വെവ്വേറെയാണ് മത്സരിച്ചത്. പക്ഷെ വലിയ വോട്ട് ഷെയറിൽ ADMKക്ക് വലിയ കുറവ് സംഭവിച്ചു. അവരുടെ 39 സീറ്റിലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല അതിനുശേഷമാണ് ഒന്നിക്കാനുള്ള തീരുമാനം. കാരണം അണ്ണാമലയായിട്ട് വലിയ വിഷയങ്ങൾ, അണ്ണാമലയെ BJP പൂർണ്ണമായി മാറ്റി നിർത്തി. കാരണം എടപ്പാടി പളനിസ്വാമിയായിട്ട് അടക്കമുള്ളവരായിട്ട് വിഷയം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരേ ജാതി സമവാക്യം, രണ്ടുപേരും ഗൗണ്ടർ വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാക്കളാണ്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ അദ്ദേഹം മത്സരിച്ചത് ഈ പറഞ്ഞ പോലെ പടിഞ്ഞാറൻ ബെൽറ്റായ കോയമ്പത്തൂരിലായിരുന്നു. അപ്പോ അദ്ദേഹത്തെ പൂർണ്ണമായും മാറ്റിയിട്ടാണ് നയിനാർ നാഗേന്ദ്രൻ എന്ന നേതാവിലേക്കൊക്കെ തന്നെ എത്തുന്നത്. കാരണം BJP ഒറ്റയ്ക്ക് മത്സരിച്ചും വലിയ മുന്നേറ്റമൊന്നും തമിഴ്നാട്ടിൽ നടത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഏതാണ്ട് 18% വോട്ട് നേടിയെന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, അപ്പോ ആ രണ്ടു പാർട്ടികൾക്കും ആ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒന്നിക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ തന്നെ എത്തിയത്. ഏതായാലും എടപ്പാടിയുടെ ഭാവി കൂടി ഇത്തവണത്തെ എലക്ഷൻ നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് വലിയ തോതിലൊരു മുന്നേറ്റമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ പറഞ്ഞ സമവാക്യങ്ങളൊക്കെ മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഈ DMK സഖ്യത്തിലേക്ക് വന്നാൽ, DMK കക്ഷിയിൽ മൊത്തത്തിൽ വന്നാൽ അവർ ഈ മുന്നണിക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതെ, സ്റ്റാലിൻ അതിൽ ഒരു അഗ്രഗണ്യനാണ്. സംഭവം മുമ്പ് ഈ തമിഴ്നാട്ടിലെ ഒരു കക്ഷി രാഷ്ട്രീയം വെച്ച് അവർ മുന്നണികളെയൊക്കെ കൂട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടും. തെരഞ്ഞെടുപ്പ് നേരിട്ട് ഈ ദ്രാവിഡ കക്ഷികൾക്ക് DMKക്കും ADMKക്കാർക്കും ഭൂരിപക്ഷം സീറ്റ്, അവർക്ക് ആ മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സഖ്യകക്ഷികളെയൊക്കെ പറഞ്ഞു വിടുന്ന ഒരു പരിപാടിയാണ്. അതായത് ഈ ഇടത് പാർട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നു. പല തവണ കണ്ടിട്ടുണ്ട്. ഈ വൈക്കോന്റെ പാർട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞൊരു 2016 തൊട്ട് തന്നെ ഇവർ പടിപടിയായിട്ട് ഈ സഖ്യം നല്ല രീതിയിൽ നിലനിർത്തുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ വോട്ട് സീറ്റ് വിഭജനത്തിൽ പോലും വളരെ സ്മൂത്തായിട്ട് വന്നടി അടക്കം എന്ന് പറഞ്ഞു. കോൺഗ്രസ് മന്ത്രിസ്ഥാനം ചോദിക്കുന്നു, ഇത്ര ചോദിക്കുന്നു, പക്ഷെ ഒരു പ്രശ്നമില്ലാതെ അവർ DMK വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നാണ് ഇതുവരെയുള്ള കാര്യം തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഒരു മുന്നണി സ്ട്രക്ചർ ഇപ്പോൾ പോകുന്നത്? യഥാർത്ഥത്തിൽ സ്റ്റാലിൻ വന്നതിന് ശേഷമാണ് ഈ ഒരു മാറ്റം പ്രകടമായിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ടികൾ, ഇപ്പൊ ഇടത് പാർട്ടികൾ തന്നെ ADMK ഒപ്പം മത്സരിച്ചിട്ടുണ്ട്. ഈവൻ DMK തന്നെ വാജ്പേയി സർക്കാരിന്റെ ഭാഗമായിരുന്നു. പക്ഷെ സ്റ്റാലിൻ വന്നതിന് ശേഷം കൃത്യമായി തമിഴ്നാട്ടിൽ കേന്ദ്രത്തിൽ BJP വരുന്നതിന് ശേഷമാണ് സ്റ്റാലിൻ വരുന്നത്. കൃത്യമായ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു, ഹിന്ദി വിരുദ്ധ നിലപാടുകളൊക്കെ തന്നെ സ്വീകരിക്കുന്നു. ഈ മുന്നണിയെ കെട്ടുറപ്പോട് കൂടി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇപ്പൊ വേണമെങ്കിൽ DMKക്ക് ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായിട്ട് ലോക്സഭയിൽ ഇരിക്കാം. പക്ഷെ അവർ ഏതാണ്ട് 22 23 സീറ്റിലാണ് ആകെ മത്സരിക്കുന്നത്. ബാക്കി 16 സീറ്റുകളും സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ എത്ര ലോക്സഭാ സീറ്റ് ജയിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സീറ്റും ചിലപ്പോൾ കോൺഗ്രസ് ജയിച്ചെന്ന് വരില്ല. കാരണം 2014 നമുക്ക് മുമ്പിൽ ഉദാഹരണമുണ്ട്. പക്ഷെ കോൺഗ്രസിന് പോലും നിശ്ചിത സീറ്റുകൾ നൽകുന്നു. ഇടത് പാർട്ടികൾക്കും CPM-നും CPI-ക്കും സീറ്റ് കൊടുക്കുന്നു, VCKക്ക് കൊടുക്കുന്നു, MDMKക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ നിലയ്ക്ക് ഒരു സഖ്യത്തിന്റെ നേതാവായി മാറുന്നതിൽ സ്റ്റാലിൻ വലിയ സക്സസ് ആണ്, വിജയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഈ ജയത്തിന്റെ കോംബോ പോലും, കാരണം ഇപ്പോൾ കോൺഗ്രസ് ആയാലും ഇടത് പാർട്ടികളായാലും VCK ആയാലും ഇവർക്കൊക്കെ ഓരോ പോക്കറ്റുകളിൽ വോട്ടുണ്ട്. ആ വോട്ടുകളൊക്കെ ഒപ്പം സമാഹരിക്കുന്നതിൽ ഗുണം ചെയ്യും, മുന്നണിക്ക് ആകെ ഗുണം ചെയ്യുന്ന ഒരു വിലയിരുത്തൽ DMKക്ക് ഉണ്ട്. സ്റ്റാലിൻ വന്ന ശേഷം DMK ഒരു കേഡർ പാർട്ടി എന്നുള്ള രീതിയിൽ വളർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പ്രത്യേകിച്ച് ഒരു 5 കൊല്ലം ഈ DMK ഭരിക്കുമ്പോൾ പൊതുവിൽ തമിഴ്നാട്ടിൽ വരുന്ന ഒരു സംഭവമുണ്ട്. ഇവര്
കുറേ സ്കാംസിൽ പെടും. സ്കാമിൽ ഭൂമി കുംഭകോണം അങ്ങനെ. ആ സ്കാമുകൾ ഉണ്ടോയെന്നല്ല, ഇപ്പം അവിടെയുള്ള യൂട്യൂബർമാരൊക്കെ ഇപ്പോൾ സൗക്ക് ശങ്കർ പോലെയുള്ള യൂട്യൂബേഴ്സൊക്കെ ഇതിനെതിരെ നിരന്തര വിമർശനമുണ്ട്. ഒരു സ്കാമാണ് ഇതാണ്. പക്ഷേ ഒരു രീതിയിൽ അതൊക്കെ ഇത്തവണ ഈ വരുമ്പോൾ ഈ ഇലക്ഷനിലേക്ക് വരുമ്പോൾ അവർ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കോൺഗ്രസിനെ പിന്നെ DMK എത്ര വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയില്ല. കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് അസ്വാരസ്യങ്ങളുണ്ടാവും. പക്ഷെ അതിന് താഴെയുള്ള കക്ഷികൾ ഇപ്പോൾ VCK, ഇടത് പാർട്ടികൾ, പിന്നെ വൈക്കോയുടെ പാർട്ടി, പിന്നെ ഈവൻ SDPI, മുസ്ലിം ലീഗ്, ഇത്തരം പാർട്ടികളെ പോലും മികച്ച രീതിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് സ്റ്റാലിൻ്റേത്. ഒപ്പം അവരെ കെയർ ചെയ്യുന്നു. ഈ രണ്ടും ഈ ഒരു സ്ട്രക്ചറിലാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ കോൺഗ്രസിന് മന്ത്രിസഭയിൽ സ്ഥാനം വേണം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന് പ്രധാനപ്പെട്ട ആവശ്യം. അത് DMK ആദ്യം തന്നെ തള്ളി. കാരണം അത് നടക്കില്ല എന്ന് അവർ തന്നെ, ഭരണത്തിന് സുഗമമാവുക DMK തന്നെ മന്ത്രിമാർ തന്നെ വരട്ടെ എന്നുള്ള നിലപാടാണ് അവർ ആദ്യം തന്നെ തള്ളി. പക്ഷേ കോൺഗ്രസ് ചോദിച്ച സീറ്റുകളിൽ അത്ര എണ്ണം കൊടുത്തില്ലെങ്കിൽ പോലും പരമാവധി കോൺഗ്രസ് നൽകാൻ കഴിയുന്ന അത്ര സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇടത് പാർട്ടികളുടെ കാര്യത്തിൽ കഴിഞ്ഞ 6 സീറ്റിലോ മറ്റാണ് ഇടത് പാർട്ടികൾ മരിച്ചത്. 5 സീറ്റുകൾ ഇത്തവണ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ പാർട്ടികളെല്ലാം ആ നിലയ്ക്ക് പരിഗണിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, DMKക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഒരു മുന്നണി സംവിധാനം എന്ന നിലയ്ക്ക് അവർ പരമാവധി പാർട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ കേരളത്തിൽ SDPIയുടെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വലിയ ചർച്ച തന്നെ പോയത്. പക്ഷെ SDPI പോലും ഈ മുന്നണിയുടെ ഭാഗമായി അവിടെ മത്സരിക്കുന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഇപ്പോ വിജയകാന്തിന്റെ പാർട്ടിയെ കൊണ്ടുവന്നു. അവർ ആദ്യമായിട്ടാണ് ഈ DMK സഖ്യത്തിന്റെ ഭാഗമായിട്ട് അവര് വിജയിയായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. അതെ. അപ്പൊ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ എല്ലാ പാർട്ടികളുടെയും പരമാവധി പ്രാതിനിധ്യം കൊണ്ടുവരാൻ ഈ DMK സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോ ആ ചെറിയ വോട്ടുകൾ പോലും ഒപ്പം നിർത്തുക. കാരണം ഒരു വശത്ത് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന ബോധ്യം കൂടി സർക്കാരിനുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മറികടക്കുക, പല വിഷയങ്ങൾ കൊണ്ട് മറികടക്കുക. അതിപ്പോ ഈ ക്യാമ്പയിൻ വിഷയമായാലും അല്ലെങ്കിൽ ഈ ചെറു പാർട്ടികളൊക്കെ തന്നെ ഒപ്പം അങ്ങനെ ഒരു അലയൻസ് സ്റ്റിച്ച് ചെയ്യുന്നതിൽ വലിയ വിജയമായിരുന്നു സ്റ്റാലിൻ എന്ന കാര്യത്തിൽ സംശയം. ഇത് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ ഒന്ന് പൈസയാണ്, പൈസ കൊടുക്കുന്നത് അതൊക്കെ ഉണ്ട് എങ്കിലും പിന്നെ ഫ്രീ ബിസ് പ്രഖ്യാപിക്കുന്നതാണ്. അതിപ്പോൾ വിജയ് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞ ഈ ഫ്രീ ബിസിനെതിരെ നിരന്തരം പ്രസംഗിച്ചത് അവസാനം പ്രകടന പത്രിക വരുമ്പോൾ പുള്ളിയുടെ കയ്യിലും ഇതേ ഉള്ളൂ. അങ്ങനെ ഒരു അതെങ്ങനെ സ്വാധീനിക്കും തെരഞ്ഞെടുപ്പിനെ? ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? അതിപ്പോ നമ്മളിപ്പോ കേരളത്തിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ പെൻഷൻ വലിയ ഇഷ്യൂ ആയിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ സത്യത്തിൽ നമ്മൾ പണ്ട് കേട്ട് തമിഴ്നാട്ടിൽ തന്നെയാണ്. കളർ TV കൊടുത്തു എന്നൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് വിജയിപ്പിച്ചെന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണയും അതിന് സമാനമായ രീതിയിലുള്ള വാഗ്ദാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രതിമാസം കിട്ടുന്ന പണം 1000 രൂപ എന്നുള്ളത് 2000 രൂപയാക്കുന്നുള്ള DMKയുടെ ഒക്കെ തന്നെ വാഗ്ദാനങ്ങളുണ്ട്. അപ്പോൾ ഉറപ്പുള്ള വാഗ്ദാനങ്ങളെ അതെല്ലാം പരിശോധിച്ച ശേഷമാണ് തീരുമാനം എടുത്തതെന്ന് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അപ്പൊ ആ കാര്യത്തിൽ ഒരു പാർട്ടിയും പിന്നോട്ട് പോയിട്ടില്ല. എല്ലാവരും ADMK ആണെങ്കിലും DMK ആണെങ്കിലും അപ്പൊ തന്നെ വിജയ് ആണെങ്കിൽ പോലും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറം ആർക്ക് വോട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ ഫാക്ടർ ആവുന്ന കാര്യത്തിൽ നമ്മുടെ എന്റെയൊക്കെ ഒരു പിന്നെ റിലേറ്റീവ്സ് ഒക്കെ തമിഴ്നാട്ടിലുള്ളവരൊക്കെ പറയുന്നത് ഒരു 2000-3000 ഒക്കെ പൈസ ഓരോ വോട്ടിന് ഇങ്ങനെ കൊടുക്കുന്നതാണ് ഓരോ കക്ഷികളാണ്. പക്ഷെ ഇത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങൾ പിന്നെയാണ് തീരുമാനിക്കുക എന്ന് പറയും. അത്തരത്തിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു തമിഴ്നാട് ഇലക്ഷൻ 1200 കോടി രൂപയാണ് ഇത്തവണ മൊത്തം പിടിച്ചെടുത്തത്. ഇലക്ഷൻ കമ്മീഷൻ മാത്രം കണക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ശരിക്കുമുള്ള കണക്ക് അതിന്റെ ഇരട്ടിയോ അതിൽ കൂടുതലൊക്കെ ആവുമല്ലോ. ഈ നമ്മുടെ ഈ ചെറിയ ചെറിയ കക്ഷികളുണ്ടല്ലോ, ഈ കക്ഷികൾ പറഞ്ഞാൽ സീമാന്റെ കക്ഷി, ഇവരൊക്കെ എല്ലാവർക്കും മത്സരിക്കണം. ഇവർക്കൊക്കെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഈ വിജയെ കുറിച്ച് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യം, വിജയ് പിടിക്കാൻ പോകുന്നത് സീമാന്റെ വോട്ടുകളായിരിക്കും, നാം തമിഴ് കക്ഷിയുടെ വോട്ടുകളായിരിക്കാം. അതെ, ആ വോട്ടായിരിക്കും വിജയ് കൊണ്ടുപോകുക എന്നൊക്കെ ഒരു വിലയിരുത്തലൊക്കെ ആദ്യഘട്ടം വന്നിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു അത് മാത്രമായിരിക്കില്ല ഒരു പക്ഷെ വിജയ് എല്ലാ മേഖലകളിലും IDMKയുടെ വോട്ടും പിടിക്കാൻ സാധ്യതയുണ്ട്. ഈവൻ DMKയുടെ വോട്ട് പോലും ഒരു പക്ഷെ പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിജയ് മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ സ്വഭാവം അവിടെ ക്രൈസ്തവ ഭൂരിപക്ഷമായിട്ടുള്ള തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് പ്രത്യേകിച്ചും. അപ്പോ അവിടങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ ക്രിസ്ത്യൻ മെജോറിറ്റി എടുക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം എടുക്കുകയാണെങ്കിൽ 7-8% ഉണ്ട് തമിഴ്നാട്ടിൽ. അതുപോലെ മുസ്ലിം വോട്ടുകളുണ്ട്. ഇപ്പോ വഖഫിനെതിരെയൊക്കെ അദ്ദേഹം നിലപാടെടുത്തിരുന്നു വഖഫ് വിഷയത്തിലൊക്കെ. അപ്പോ ഈ വോട്ടുകൾ പോകുമോ എന്നൊരു ആശങ്ക DMKയ്ക്കും ഉണ്ട്. ഇപ്പോ ഏറ്റവും ഒടുവിൽ ജോസഫ് വിജയ് എന്ന പേര് എന്തിനുള്ള ചോദ്യം തന്നെ
തിരഞ്ഞെടുപ്പ് ലിസ്റ്റിലെ സ്ഥാനാർത്ഥി അതെ. ചോദിക്കേണ്ട സാഹചര്യം വന്നു. കാരണം അദ്ദേഹത്തിന് അവിടെ പള്ളികളുടെ പിന്തുണയുള്ള നേതാവാണ് ഇനിഗോ ഇരുതുരാജ്. പക്ഷെ അദ്ദേഹം അത്തരം ഒരു ചോദ്യം ചോദിച്ചു. അതിന് വിജയും അത്തരത്തിലുള്ള പ്രചാരണം, പള്ളി പ്രാർത്ഥിക്കുന്നു, മുട്ടിൽ നടക്കുന്നൊക്കെ ഇതൊക്കെ കണ്ടു. അപ്പോ സ്വാഭാവികമായിട്ടും ഈ ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ഉണ്ടാകുമോ? കാരണം DMK ഒപ്പം നിൽക്കുന്ന വോട്ടുകളാണ്, അതിൽ സ്പ്ലിറ്റ് ഉണ്ടാകുമോ എന്നൊരു ആശങ്ക DMK ഉണ്ട്. ഇപ്പോ സ്റ്റാലിനെ പല ബിഷപ്പ്മാരും വന്ന് കാണുന്നതൊക്കെ തന്നെ, അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങളൊക്കെ തന്നെ DMKയും പ്രചരിപ്പിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ DMKയുടെ ഭാഗത്തും ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ DMKക്കും ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകുമെന്ന ആശങ്ക ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ സീമാന്റെ വോട്ടുകളിലേക്കായിരിക്കാം ബഹുഭൂരിപക്ഷം വിജയ് കടന്നു കയറാനുള്ള ഒരു വിലയിരുത്തൽ പോലും പല കോണുകളിലും നിലനിൽക്കും. അല്ല, വിജയ് ആദ്യഘട്ടത്തിൽ പിന്നെ നോട്ടൗട്ട് 2 കക്ഷികൾ സഖ്യകക്ഷികളെ പോലെ കാണുന്ന ഒന്ന് VCKയും ഒന്ന് സീമാന്റെ പാർട്ടിയായിരുന്നു. ഇവർ രണ്ടുപേരെയും പരസ്യമായിട്ട് പിന്തുണക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു വിജയ്. പക്ഷെ പിന്നീട് ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ളൊരു സംഭവം ഉണ്ടായി. അപ്പോൾ പിന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ, ദളിത് വോട്ടുകൾ, ഇങ്ങനെ പല രീതിയിൽ ഡൈവേഴ്സായി കിടക്കുകയാണ് തമിഴ്നാട്ടിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ. അപ്പോൾ അതിലേക്ക് വിജയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഘടനാ ശരീരം ഇല്ലാത്ത ഒരു സംഘടനയാണ്. അപ്പോൾ ആദ്യം തന്നെ മത്സരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ്. ഇങ്ങനെയുള്ള പലതുണ്ട്. ഒരു കൗതുകരമായ ഒരു കാര്യം എന്തിന്, വിജയ് അനുകരിക്കുന്ന മൊത്തം മുമ്പ് എങ്ങനെയാണോ ആന്ധ്രയിൽ പവൻ കല്യാൺ ചെയ്തത് ആ രീതിയാണെന്നുള്ളൊരു ടോക്കൊക്കെ ഉണ്ട്. അപ്പോൾ പവൻ കല്യാൺ തന്നെ പറഞ്ഞത് ഓൾ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പക്ഷേ രണ്ടുപേരുടെയും ഐഡിയോളജിക്കലായിട്ട് ഡിഫറൻസ് ഉണ്ടെങ്കിലും ആ രീതിയാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ വിജയ് ആക്സസബിൾ അല്ല എന്നുള്ള ഒരു സംഭവമാണ് പൊതുവിൽ പറയുന്നത്. അതായത് പൊതുജനങ്ങൾക്ക് ലഭിക്കില്ല. അത് മറികടക്കാൻ കൂടിയാണ് ഇപ്പോൾ സ്റ്റാലിൻ തെരുവിൽ നടക്കുകയും പിന്നെ ഈ ട്രാക്ക് സൂട്ട് ഇട്ട് നടക്കുകയും പിന്നെ കരിമ്പ് ജ്യൂസ് കുടിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗം എന്നുള്ളതും കൂടി വരുന്നുണ്ട്. എന്തായാലും വളരെ സങ്കീർണമായിട്ടുള്ളൊരു ഇലക്ഷനാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്താണ് എന്ന് നമുക്ക് കണ്ടറിയാം. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇത്തവണ ബോണസ് കണ്ടന്റ് പരിശോധിച്ചത്. ഇതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് മെയ് 4 കണ്ടറിയാം.